നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. വഴുതക്കാട് വാഹനാപകട കേസിൽ നടൻ മണിയമ്പിള്ള രാജുവിന് ശാസ്ത്രീയ പരിശോധനയിൽ ക്ലീൻ ചിറ്റ്. അപകട സമയത്ത് താരം മദ്യപിച്ചിരുന്നില്ലെന്ന് ലാബിലെ രക്തപരിശോധനാ റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. ഇതോടെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയെന്ന ഗുരുതരമായ കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കാറ് അമിത വേഗതയിലായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. എങ്കിലും മദ്യപിച്ചാണോ വാഹനം ഓടിച്ചതെന്ന സംശയത്തെ തുടർന്നാണ് രക്തസാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവായതോടെ ഈ കേസിൽ ഇനി ഒരു സാധാരണ വാഹനാപകടമായി മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ് മാത്രമാകും കോടതി പരിഗണിക്കുക. പരിക്കേറ്റ യുവാക്കളുടെ ചികിത്സാ നടപടികളുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാകും ഇനി കേസിൽ അവശേഷിക്കുന്നത്. കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടി ഗർഭിണിയാണെന്നും അതിനാൽ ഉടൻ പോലീസിന് മുന്നിൽ നേരിട്ട് ഹാജരാകാൻ കഴിയില്ലെന്നും ഭർത്താവ് ഫർമാൻ പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിച്ചുവെന്നാരോപിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിൽ നേരിട്ട് ഹാജരാകാൻ മധ്യപ്രദേശ് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു മറുപടിയായാണ് ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ചൂണ്ടിക്കാട്ടി ഭർത്താവ് മധ്യപ്രദേശ് ഖർഗോണിലെ വനിതാ SIയെ വിവരം അറിയിച്ചത്. കേസിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി മെയ് 20 വരെ നേരത്തെ തടഞ്ഞിരുന്നു. വിഷുദിനത്തിൽ ശ്രീകൃഷ്ണനെ അവഹേളിച്ച ആശംസാ പോസ്റ്ററുകൾ പ്രചരിപ്പിച്ച ഹോട്ടൽ ഉടമയ്ക്കെതിരെ പരാതിയുമായി ഹിന്ദു ഐക്യവേദി. സംഭവത്തിന് പിന്നിൽ അസ്വാഭാവികതയും തീവ്രവാദ ബന്ധവും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹിന്ദു ഐക്യവേദി DGPക്ക് പരാതി നൽകി. കേരളത്തിലെ വിവിധ റെസ്റ്റോറന്റുകൾ ഇത്തരത്തിൽ വിഷു ആശംസാ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ശ്രീകൃഷ്ണനെ അധിക്ഷേപിച്ച് വിഷു ആശംസാ പോസ്റ്ററുകൾ പങ്കുവച്ചതിന് ചേർത്തല സ്വദേശിയും മെഹർ മന്തി എന്ന റെസ്റ്റോറന്റ് ഉടമയുമായ യുവാവ് അറസ്റ്റിലായിരുന്നു. കലാപമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വമോ ദുരുദ്ദേശപരമോ ആയ പ്രകോപനത്തിന് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് പ്രകാരമാണ് അർഷാദിനെതിരെ കേസെടുത്തത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന രീതിയിൽ പരസ്യചിത്രം പ്രചരിപ്പിച്ച മന്തിക്കടകൾ ബഹിഷ്കരിക്കണമെന്ന് സ്വാമി ചിദാനന്ദപുരി. ഇങ്ങനെ മതസംസ്കാരങ്ങളെ നിന്ദിക്കുന്നവർ രാഷ്ട്രദ്രോഹികളാണെന്നും ഇത്തരം ആസൂത്രിതമായ ദുഷ്പ്രവൃത്തികളെ കണ്ടില്ലെന്ന് നടിച്ചാൽ നാളെ ആപത്കരമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്നും വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യത. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് താപനില 40 ഡിഗ്രി വരെ എത്താനാണ് സാധ്യത. കേന്ദ്രീകരിച്ച് ഉയർന്ന താപനില രേഖപ്പെടുത്താൻ സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിലാണ്. ഇന്നലത്തെ ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന ഉപഭോഗത്തിൽ കേരളം സർവകാല റെക്കോർഡിലെത്തി. അതിനിടെ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്നു. തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏപ്രിൽ അവസാന വാരത്തോടെ വേനൽ മഴ ശക്തമാകുമെന്നും റിപ്പോർട്ടുണ്ട്. ഇടമലക്കുടിയിലെ റേഷൻ കൊള്ളയിൽ ഗുരുതര കണ്ടെത്തലുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളില്ല. ഇടമലക്കുടിയിലെ റേഷൻ വിതരണത്തിൽ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്കും വീഴ്ചയെന്നും ഭക്ഷ്യ കമ്മീഷന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 2 റേഷൻ കടകളിൽ നിന്നായി 65,000 കിലോ അരിയാണ് കാണാതായത്. ഇതിൽ ഇടുക്കി ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ റേഷൻ കടകളിൽ ഉണ്ടാകേണ്ട യാതൊരു രജിസ്റ്ററും കണ്ടെത്താനായില്ല. റേഷൻ കട പ്രവർത്തിച്ചത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണെന്നും കണ്ടെത്തി. തൃശൂർ കോടാലിയിൽ തലയണയ്ക്കടിയിലെ പാമ്പിന്റെ കടിയേറ്റ് ഉറങ്ങിക്കിടന്ന 8 വയസ്സുകാരന് ദാരുണാന്ത്യം. കടിയേറ്റ സഹോദരൻ ഗുരുതരാവസ്ഥയിലാണ്. കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൻസി ദമ്പതികളുടെ ഇളയ മകൻ ആൽജോയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായ അനോജിനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആൽജോയുടെ കയ്യിലും അനോജിന്റെ കാലിലുമാണ് കടിയേറ്റത്. കുട്ടികൾ ഉറങ്ങിയ മുറിയിലെ തലയണയ്ക്കടിയിൽ നിന്ന് വെള്ളിക്കെട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തി. ഭക്ഷ്യവിഷബാധയാണെന്ന് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. പിന്നാലെ കുട്ടികൾക്ക് ജീരകവെള്ളം കൊടുത്ത് വീണ്ടും ഉറങ്ങാൻ കിടത്തി. പുലർച്ചെ 4-ന് അൽജോയുടെ വായിൽ നിന്ന് നുരയും പതയും വന്നു. ഉടൻ കോടാലിയിലെ ആശുപത്രിയിലും തുടർന്ന് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ പാമ്പ് കടിയേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തി.
ദേഹത്ത് പാമ്പ് കടിയേറ്റതിന്റെ അടയാളങ്ങളും കണ്ടെത്തി. പിന്നാലെ ആൽജോ മരിച്ചു. തുടർന്നാണ് അനോജിനെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറ്റം. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറും. 24-ന് സാമ്പിൾ വെടിക്കെട്ടും 25-ന് രാവിലെ പൂരവിളംബരവും നടക്കും. 26-നാണ് പൂരം. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-ക്കുമിടെയാണ് കൊടിയേറ്റം. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ചടങ്ങ്. കൊടിയേറ്റ ശേഷം ഉച്ചയ്ക്ക് 3-ന് ക്ഷേത്രത്തിൽ നിന്ന് പൂരം പുറപ്പാട്. ഒരാനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡ് വഴി നായ്ക്കനാലിലെത്തും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. പിന്നാലെ നായ്ക്കനാലിൽ പുതിയതായി നട്ടുപിടിപ്പിച്ച ചെറിയ ആൽമരത്തിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരപ്പതാകകൾ ഉയരും. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീല നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള കൊടികളാണ് ഉയർത്തുക. സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു തീപിടിച്ചു. യുവാവിന്റെ കൈക്കും തുടയ്ക്കും പൊള്ളലേറ്റു. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം വൈലോങ്ങര സ്വദേശി CS നെബുവിനാണ് മൊബൈൽ ഫോണിന് തീപിടിച്ചു പരിക്കേറ്റത്. ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് സംഭവം. യാത്രയ്ക്കിടെ പോക്കറ്റിലിരുന്ന ഫോണിൽ നിന്ന് പുക ഉയരുകയും നിമിഷങ്ങൾക്കകം തീപിടിക്കുകയുമായിരുന്നു. നെബുവിന്റെ ഇടത് കൈക്കും തുടയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം ചികിത്സയിലാണ്. ഫോൺ പൊട്ടിത്തെറിക്കാനുണ്ടായ സാഹചര്യം വ്യക്തമല്ല. വേനൽ ചൂട് കഠിനമായ സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ അമിതമായി ചൂടാകുന്നത് അപകടങ്ങൾക്ക് കാരണമാകാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ശ്രീശങ്കര ജയന്തി ആഘോഷം അട്ടിമറിക്കാൻ CPM ജീവനക്കാരുടെ നീക്കം. വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീശങ്കര ജയന്തി ആഘോഷം ശങ്കരാചാര്യ സ്വാമികളുടെ ജയന്തി ദിനത്തിൽ തന്നെ നടക്കുന്നത്. സാധാരണ ജയന്തി ദിനത്തെ അവഗണിച്ച് പിന്നീട് ശ്രീശങ്കര ജയന്തിയുടെ പേരിൽ ഇടതു പ്രചാരണ സെമിനാർ സംഘടിപ്പിക്കുകയാണ് പതിവ്. നാളെ കേരള സർവകലാശാലയിൽ നടക്കുന്ന ശ്രീശങ്കര ജയന്തി ആഘോഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതാണ് CPM ജീവനക്കാരെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. സന്ദർശനം വിവാദമാക്കാനാണ് ഇടതു ജീവനക്കാർ വൈസ് ചാൻസലർ പ്രൊഫസർ സിസ തോമസ് അറിയാതെ വിവാദ സർക്കുലർ ഇറക്കിയത്. ഗവർണർ എത്തുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകളെ കുറിച്ച് അനാവശ്യ സർക്കുലർ ഇറക്കിയാണ് ശ്രീശങ്കര ജയന്തി ആഘോഷം അട്ടിമറിക്കാൻ നീക്കം നടത്തിയത്. സർവകലാശാലയിലെ CPM അനുകൂല അധ്യാപകരും അനധ്യാപകരുമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന് ഇന്റലിജൻസ് ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. ഗവർണറുടെ സന്ദേശം റദ്ദാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. സർക്കുലർ ഇറക്കിയതും SFIയെ കൊണ്ട് സർക്കുലർ കത്തിച്ചതിനും പിന്നിൽ ഇവരായിരുന്നു. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ മരണം 24ആയി. വിരുദുനഗർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആളാണ് മരിച്ചത്. മരിച്ചവരിൽ 4 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നു. മധുര, തിരുനെൽവേലി എന്നീ മെഡിക്കൽ കോളേജുകളിൽ നിന്നുൾപ്പെടെയുള്ള 14 പേരടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. കൊല്ലപ്പെട്ട 24 പേരിൽ 20 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. പോസ്റ്റ്മോർട്ടം വേഗത്തിൽ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശം നൽകിയിരുന്നു. സ്ഫോടനത്തിന് ഉത്തരവാദിയായ കെട്ടിടം ഉടമയ്ക്കെതിരെയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം സംഭവസ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കും. വനജ ഫയർവർക്സ് എന്ന സ്ഥാപനത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം നടക്കുമ്പോൾ 50ഓളം പേർ സ്ഥലത്തുണ്ടായതായാണ് വിവരം. വീര്യം കൂടിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഫാൻസി പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും പടക്കം പൊട്ടി അഗ്നിരക്ഷാ സേനാംഗത്തിനും 3 സന്നദ്ധ പ്രവർത്തകർക്കും പരിക്കേറ്റു. സ്ഥലത്തുണ്ടായിരുന്ന കളക്ടർ സുഖപുത്ര തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി, വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകും. ജമ്മു കാശ്മീരിൽ 30 വർഷം മുമ്പ് നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ മുതിർന്ന വിഘടനവാദി നേതാവ് ഷബീർ ഷായെ NIA അറസ്റ്റ് ചെയ്തു. 1996 ജൂലൈ 17-ന് ശ്രീനഗറിലെ ഷെർഗാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തിലാണ് അറസ്റ്റ്. ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 3 ദിവസത്തെ ട്രാൻസിറ്റ് റിമാൻഡിൽ ജമ്മുവിലേക്ക് കൊണ്ടുപോകാൻ NIAക്ക് കോടതി അനുമതി നൽകി. ഇന്ന് ഉച്ചയ്ക്ക് 12-ന് മുമ്പായി ഷബീർ ഷായെ ജമ്മുവിലെ പ്രത്യേക NIA കോടതിയിൽ ഹാജരാക്കാനാണ് പ്രത്യേക ജഡ്ജി പ്രശാന്ത് ശർമ്മ ഉത്തരവിട്ടിരിക്കുന്നത്. വിവിധ കേസുകളിലായി ഏകദേശം 39 വർഷത്തോളം തടവിലും വീട്ടുതടങ്കലും കഴിഞ്ഞ ഷബീർ ഷായ്ക്ക് മറ്റ് 2 കേസുകളിൽ സുപ്രീം കോടതിയും NIA കോടതിയും ഈ മാസം ആദ്യം ജാമ്യം അനുവദിച്ചിരുന്നു.
ബംഗാളിന്റെ ഭാഷയും സംസ്കാരവും ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തൃണമൂലിന്റെ കാടത്തം അവസാനിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബംഗാൾ പുരുലിയയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന ഒരു ഇരട്ട എഞ്ചിൻ ഭരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് BJP സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച വോട്ടർമാരോട് നേരിട്ട് അഭ്യർത്ഥിച്ചു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനായി ബംഗാളിലെ വിപണികളിൽ നിന്ന് ഭരണകക്ഷിയായ TMCയുടെ ദല്ലാൾമാരെ പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 വയസ്സുള്ള മരുമകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ഉത്തർപ്രദേശ് പോലീസ് ഗാസിയാബാദിൽ ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊന്നു. ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം സ്വന്തം മരുമകളെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പ്രതിയുടെ കേസ്. പ്രതി മുഹമ്മദ് ജാസിം എന്ന ചോട്ടു ആണെന്നും ഇയാൾക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ ഝാർഗ്രാമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝൽമുരി കഴിക്കുന്നത് കണ്ട സംഭവം പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിയൊരുക്കി. രാവിലെ ഝാർഗ്രാമിൽ ഒരു റാലിയെ അഭിസംബോധന ശേഷം ഹെലിപാഡിലേക്കുള്ള യാത്രാമധ്യേ കോളേജ് മോറിൽ പ്രധാനമന്ത്രി മോദി തന്റെ വാഹന വ്യൂഹത്തിൽ നിന്ന് ഇറങ്ങി റോഡരികിലെ ഒരു സ്റ്റാളിൽ നിന്ന് ഝൽമുരി കഴിച്ചത്. ഇതുമൂലം ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ഭാര്യ കൽപ്പന സോറനും ഹെലികോപ്റ്റർ ഇറക്കാൻ അനുമതി നിഷേധിച്ചതായി തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ഇറാനിയൻ കപ്പൽ പിടിച്ചെടുത്തതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. അമേരിക്ക നടത്തിയത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നും സായുധ കടൽക്കൊള്ളയാണെന്നും ഇറാൻ മിലിറ്ററി കമാൻഡറായ ഖദം അൽ അൻബിയ വക്താവ് പ്രതികരിച്ചു. സംഭവത്തിൽ ഇറാൻ മൗനം പാലിക്കില്ലെന്നും അമേരിക്കയ്ക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും മിലിറ്ററി കമാൻഡ് വക്താവ് വ്യക്തമാക്കി. വെടിനിർത്തൽ കരാർ ലംഘിച്ചും കടൽക്കൊള്ളയിലൂടെയും അമേരിക്ക ഇറാന്റെ ഒരു ചരക്കു കപ്പൽ ആക്രമിച്ചിരിക്കുകയാണ്. ഒമാൻ കടലിൽ വെച്ച് വെടിവെപ്പ് നടത്തിയ ശേഷമാണ് അമേരിക്ക കപ്പൽ പിടിച്ചെടുത്തത്. ഇറാൻ സർക്കാരിന് വേണ്ടി കോടികളുടെ ആയുധ കച്ചവടം നടത്തിയ ഇറാൻ വംശജ അമേരിക്കയിൽ പിടിയിൽ. ഷമീം മാഫി എന്ന 44-കാരിയാണ് ആയുധ കച്ചവടമടക്കം നടത്തിയതിന് ലോസ് ഏഞ്ചലസ് വിമാനത്താവളത്തിൽ ശനിയാഴ്ച പിടിയിലായത്. സായുധ ഡ്രോണുകൾ, ബോംബ് ഫ്യൂസുകൾ, സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിലെ ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എന്നിവ ഷമീമിന്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്തു. നിയമപ്രകാരമല്ലാതെ ആയുധ ഇടപാടുകൾ നടത്തിയെന്ന കേസ് ഷമീം മാഫിക്കെതിരെ കാലിഫോർണിയ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ US അറ്റോർണി ഓഫീസ് ചുമത്തിയിട്ടുണ്ട്. അറ്റ്ലസ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന പേരിൽ ഒമാൻ ആസ്ഥാനമായ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തായിരുന്നു ആയുധ കച്ചവടം നടത്തിവന്നത്. ഹോർമസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള അമേരിക്കൻ ആവശ്യങ്ങളും നിലവിലുള്ള സംഘർഷങ്ങളും ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്കയുമായുള്ള 2ാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് ഇറാൻ തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ വാഷിംഗ്ടൺ ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടും പാകിസ്ഥാനിൽ സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള ഇറാന്റെ തീരുമാനം പുറത്തുവന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ബുധനാഴ്ചയോടെ അവസാനിക്കാനിരിക്കെയാണ് ഇത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.